family members, welcome back to our new video. അപ്പോൾ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്ന് ഞങ്ങളുടെ പുതിയ കിച്ചണിൻ്റെ പാല് കാച്ചലായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അത് കറക്റ്റ് ടൈമിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ബിക്കോസ് നമ്മുടെ വൃശ്ചികം 1-ന് വീട്ടിലെ അച്ഛൻ മാലയിടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആയി കറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടാമെന്ന് കരുതിയത്. പിന്നെ നമ്മൾ പുതിയ കിച്ചണാണ് കേട്ടോ, പക്ഷേ പുതിയ വീടൊന്നും ആയിരുന്നില്ല. ഒരു 2010-11 ആ ഒരു ഇയറിലായിരുന്നു നമ്മൾ പുതിയ വീട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നുള്ള കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്ര സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ഒരു കിച്ചണായിരുന്നു. പിന്നെ മുകൾ ഭാഗത്ത് ഞങ്ങൾ ഷീറ്റായിരുന്നു ഇട്ടിരുന്നത്. അപ്പം ഈ ഒരു കിച്ചണിനോട് ചാരിയിട്ട് ഒരു തെങ്ങുള്ളതുകൊണ്ട് ഷീറ്റ് നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഗസ്റ്റും ഇവരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇതായിരുന്നു, ഒരു സ്പേസും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ഒന്നും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാനോ ഫുഡ് സെർവ് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതായത് നമ്മുടെ കിച്ചൺ, നിലവിലുള്ള കിച്ചണിൻ്റെ പുറത്തേക്ക് ഒരു ഓപ്പൺ സ്പേസിൽ നമ്മൾ ചെറിയൊരു മണ്ണ് വെച്ചിട്ട് തന്നെ ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും വർഷം ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് തകരാറുകളൊക്കെ സംഭവിച്ചതുകൊണ്ടും നമ്മളത് ഒന്ന് ഈ ഒരു കഴിഞ്ഞ ഓണം വെക്കേഷനിൽ ഞാൻ നാട്ടിൽ പോയ സമയത്ത് അതൊന്ന് പൊളിച്ച് നമുക്ക് പുതിയത് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ പൊളിച്ച് മാറ്റി. പക്ഷേ ഒരിക്കലും ഞാനിങ്ങനെ പടവൊന്നും ചെയ്യാം എന്ന് കരുതിയിട്ടായിരുന്നില്ല കേട്ടോ പൊളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മണ്ണ് കൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ തന്നെ ഉണ്ടാക്കാമെന്നായിരുന്നു കരുതിയത്. എങ്കിലും പൊളിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഒന്ന് നമുക്ക് പുതുക്കി പണിഞ്ഞാലോ, ഉള്ളതിനോണ്ട് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് നമുക്ക് ചെയ്താലോ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ശരി ഓക്കെ എന്നുള്ള രീതിയിൽ തുടങ്ങിയതായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ നിലക്കെ ടൈലൊക്കെ ഇട്ട് ഇന്ന് ഞങ്ങളുടെ ബാക്കി അതായത് വീട്ടിലെ ബാക്കി സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കിച്ചണ് ഞങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലും കാണാം, ചെറിയൊരു ഭാഗം കാണാം. ഉൾഭാഗത്തൊന്നും നമ്മൾ അതായത് റൂമിലും അതേപോലെ ഹാളിലും സിറ്റ് ഔട്ടിലൊന്നും നമ്മൾ നില ഇട്ടിട്ടില്ല. നമ്മൾ വീടെടുത്ത സമയത്ത് ഞങ്ങളിവിടെ പരിക്കനിടുക എന്ന് പറയും, ആ ഒരു ഇത് തന്നെ ചെയ്തതായിരുന്നു. ഡെയിലി ഞങ്ങൾ തുടച്ച് നമ്മൾ മിനുസ്സായതുകൊണ്ട് അതിപ്പോൾ കാവിയിട്ട പോലെയാണ് നിലം ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്, അതൊക്കെ കാലം കൊണ്ട് നമുക്ക് റെഡിയാക്കാം. പിന്നെ വലിയ രീതിയിലുള്ള പരിപാടിയൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മുടെ അടുത്തുള്ള കുറച്ച് മേമമാരെയും എല്ലാവരെയും വിളിച്ച് കുറച്ച് ആൾക്കാരെ മാത്രം അറിയിച്ച് ചെയ്തതായിരുന്നു. അത്ര വലിയ സംഭവമാക്കി ചെയ്ത പരിപാടിയൊന്നും ആയിരുന്നില്ല. നമുക്കറിയാം, പുതിയൊരു കിച്ചൺ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു അടുപ്പെടുക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളതിനൊരു പാല് കാച്ചൽ വെക്കും, അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പം കിച്ചൺ ഭയങ്കര സംഭവമായതിൻ്റെ അഹങ്കാരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഇപ്പോൾ കിടത്തം വരെ ഇങ്ങോട്ടേക്ക് ആക്കിന് കേട്ടോ. എനിവേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചെറിയ ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.